ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 10-15 രൂപയ്ക്കൊക്കെ ഇത്രയും സ്റ്റിക്സ് വാങ്ങിക്കാൻ കിട്ടും. ഞാനൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്സ് ഇങ്ങനെ എടുത്തിട്ട് 2 സൈഡിലായിട്ട് 2 സ്റ്റിക്ക് വീതം അങ്ങനെ വെച്ച് കൊടുക്കണം. പല ഹൈറ്റിലുള്ള സ്റ്റിക്ക് ഉണ്ടാവും, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റിക്ക് എടുക്കുമ്പം ഒരേപോലുള്ളത് എടുക്കാൻ നോക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വേറെ 2 സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഇത് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പിടിക്കുന്നതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. അപ്പോൾ സ്റ്റിക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് എങ്ങാനും എടുത്തിട്ടുള്ളൂ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറെ 2 സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ഇത് കളർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഫോം ഷീറ്റിൽ നിന്ന് കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ബോ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേറെ 2 സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു സ്പേസ് വിടണം, കാരണം വേറൊരു സ്റ്റിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസ് അവിടെ വേണം. എന്നിട്ട് ഇത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒട്ടി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രെയിമും സ്റ്റാൻഡും എല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഫ്രെയിം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഫ്രെയിമിൻ്റെ ഇവിടെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രെയിം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും പിക്കൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ പിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും ഫോട്ടോസൊക്കെ ആ ഒരു സൈസിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.